ഹലോ. സാറ്റർഡേയ്സും സൺഡേയ്സും എനിക്ക് ഹോളിഡേ ആണെങ്കിലും വീക്ക് ഡേയ്സിൽ ഒരവധി കിട്ടുമ്പോൾ നല്ല സന്തോഷമാണേ. രാവിലെ കുറേ നേരം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അന്നത്തെ ദിവസമായിരിക്കും പതിവിലും വിപരീതമായിട്ട് രാവിലെ നേരത്തെ എഴുന്നേക്കുന്നത്. ഇന്നലെ തന്നെ കെട്ടിയോൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിരിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനും റെഡിയായാൽ അമ്പലങ്ങളിൽ പോവാമല്ലോ എന്നോർത്തു. രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ശിവഭഗവാനെയും ദേവീനെയും വിഷ്ണു ഭഗവാനെയും മുരുക ഭഗവാനെയൊക്കെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി വരുന്ന വഴി ഒരു മസാല ദോശ കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഹോട്ടലുകളൊക്കെ അവധിയായതുകൊണ്ട് ആ പരിപാടി നടന്നില്ല. അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ച് വഴി നേരെ വീട്ടിലേക്ക്. വരുന്ന വഴി ഫിഷിംഗ് ഗ്യാപ്പിൽ പോയിട്ട് ഫ്രഷ് ഫിഷ് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴി വന്ന്, പക്ഷെ ഫിഷ് കിട്ടിയില്ല. എന്നാൽ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടി. കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ വന്നത്. കായലും പച്ചപ്പും ഹരിതാപയൊക്കെ നിറഞ്ഞൊരു സ്ഥലം. എന്ത് രസമാണെന്നറിയോ അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. ചൂട് കുറവായത് കാരണം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറച്ചു നേരം നിന്നേ. തിരിച്ച് വീട്ടിൽ വന്ന് ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ റെഡിയാക്കി. ഗീ റൈസും ചിക്കൻ കറിയും എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി. എഗ് റോസ്റ്റ് അമ്മയ്ക്കാണേ. അമ്മ ചിക്കൻ ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് അമ്മയ്ക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കെട്ടിയവനോട് പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നു എന്ന്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, ഈ നട്ടപ്ര വെയിലത്ത് നിനക്ക് എവിടെ പോകാനാണ്? എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് അവസാനം വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുതിയ ഷൂ ആണേ, ആദ്യമായിട്ട് ഇട്ടതാ. അങ്ങനെ ലക്ഷ്യബോധമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുത്തൻതോട് ബീച്ച് കാണാൻ പോകണമെന്ന്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ അന്ന് ഈ ബീച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഉരുടൻ കല്ലുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അത്രയും തിരക്കൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു തിരക്കൊക്കെ ഇവിടെയും ആയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആൾത്തിരക്ക് കുറവായത് കൊണ്ടാവും എൻ്റെ കെട്ടിയവനോട് ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ട് ആളായിട്ട് തന്നെ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നത്. ഇവിടുത്തെ ആംബിയൻസും ആൾക്ക് നല്ല ഇഷ്ടമായി എന്ന് തോന്നുന്നു. ആൾ തന്നെ എനിക്ക് പോസൊക്കെ പറഞ്ഞു തന്നു വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട്. അങ്ങനെ ആളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തേ. സാധാരണ എനിക്കെടുത്ത് തരാറുണ്ടെങ്കിലും ആൾക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ നല്ല മടിയാണ്. അങ്ങനെ ആളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. മോനിപ്പോൾ വലുതായി പിന്നെ ഞങ്ങളുടെ കൂടെ വരാറില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചുള്ള കൂടുതൽ സമയം ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവൻ ആ സമയം ഒന്നുകിൽ അവൻ അച്ഛമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവൻ അവൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള കുറേ സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. പിന്നെ അടുത്തതിന് ഇനി എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന വഴി പെട്ടെന്ന് പ്ലാൻ ചെയ്തു ആളുടെ കസിൻ സിസ്റ്റർ ഉണ്ട് കുമ്പളങ്ങിയിൽ, അവരുടെ വീട്ടിൽ പോവാന്ന്. അങ്ങനെ കുമ്പളങ്ങിയിലേക്ക് പോയി. പോകുന്ന വഴിയാണ് ഈ കാഴ്ച കണ്ടത്. സൂര്യൻ ദാ കായലിൽ വീണിട്ട് കിടക്കുന്നു. അങ്ങനെ കുമ്പളങ്ങി ടൂറിസം വില്ലേജ് വഴി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാണ്. കുറച്ച് മാത്രമേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. കൊച്ചിയിലും ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൊച്ചി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടൗണിൻ്റെ ഫീലല്ലേ ഉണ്ടാവുക. പക്ഷേ കൊച്ചിയിൽ ഇത്രയും ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളിലേക്ക് വരുന്നതോറും ഉണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ തുറന്ന് അകത്തൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് അതിലും കൂടുതൽ കഥയൊക്കെ പറഞ്ഞ് രാത്രി ആയപ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക്. ഒരു ജ്യൂസ് കുടിച്ച് ഇന്നത്തെ ഡിന്നർ അവസാനിപ്പിച്ച് നേരെ കിടന്നുറങ്ങി.